ഹായ് എല്ലാവർക്കും നമസ്കാരം. കരാട്ടെ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരാൾ വിട്ടിട്ട് അതൊരു വീഡിയോ വിട്ടിട്ട് നമ്മളോട് ചോദിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പഠിക്കുന്ന ആളെ സംശയമുണ്ട്. കാരണം വെച്ചാൽ ഒരാൾ അതേപോലെ എന്താണ് ഒരു ശത്രുവിനെ അല്ലെ എന്തോ പിന്നെ പുറത്തേക്ക് പോയ സമയത്ത് എന്താണ് അദ്ദേഹത്തെ ഒരു ഓപ്പണന്റ് എന്തോ ഒരു പാർക്കുന്ന എവിടുന്നൊക്കെ വിഷയം ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ അയാൾ അറ്റാക്ക് ചെയ്താണ് പക്ഷെ ബ്ലോക്ക് ചെയ്തു. ഇയാൾ ഇപ്പൊ ഇത് ഓപ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഇയാളെ ഇടിക്കുന്ന സമയത്ത് നമ്മൾ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബ്ലോക്കാണ് അടിക്കുക, ഡൗൺ ബ്ലോക്ക് പറഞ്ഞ ഒരു ബ്ലോക്ക് അടിക്കുക. കണ്ടില്ല ഈ ബ്ലോക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്തു. ഈ ബ്ലോക്ക് ചെയ്തിട്ട് അയാൾ അടിച്ചപ്പോ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചപ്പോ എന്ത് ചെയ്യാം, ഓപ്പോണന്റ് ബ്ലോക്ക് ചെയ്തു. ഇനി അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഈ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യും, ആ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് നമ്മൾ ഇതേപോലെയുള്ള ബ്ലോക്ക്. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്നതിനാണ്, കരാട്ടിയിലും മറ്റുള്ള ഒരുവിധ ആർട്സിലൊക്കെ വരുന്നതാണ് ആ ബ്ലോക്ക് വരുന്നത്. അപ്പൊ ആ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് തിരിച്ച് ലോക്ക് വന്നു. അപ്പൊ ആ ബ്ലോക്ക് കൊണ്ട് കാര്യമുണ്ട എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഈ ഡൗൺ ബ്ലോക്ക് കൊണ്ട് കാര്യമുണ്ട്, അത് ഒരു നല്ലൊരു സംഗതി അല്ലല്ലോ എന്നുള്ളത്. പക്ഷെ അതിന് നമ്മൾ തിരുത്തി തരാം. എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ ചെയ്ത ലോക്ക് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റിൽ നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്തു. ഈ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഓപ്പോണന്റ് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഈ കൈ കൊണ്ടുപോയിട്ട് ഇവിടെ പിടിച്ചു. കണ്ടാ, ഈ കൈ ഇവിടെ കൊണ്ടുപോയി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തതാണ്. ഇതിൽ കൊണ്ടുപോയിട്ട് ബ്രേക്ക് ചെയ്താണ് സാധനം. ഇങ്ങനെ കണ്ടാ, അതാണ് ചെയ്തത്. സംഭവം ശരിയാണ്, ഓക്കെയാണ് ചെയ്യാൻ. നമ്മൾ പഞ്ചടിക്കുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്തതിനോട് കൂടിയാ എന്ത് ചെയ്തു, ആ ഓപ്പോണന്റ് നേരെ കൊണ്ടിട്ട് ഇതിന് ബ്രേക്ക് ചെയ്തു എന്നുള്ളത്. അപ്പൊ ആ ബ്ലോക്ക് കൊണ്ട്, ഈ ഡൗൺ ബ്ലോക്ക് കൊണ്ട് കാര്യം ഉണ്ടാന്നുള്ള ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, കാരണം ആ ബ്ലോക്ക് ചെയ്ത ആള് അല്ലെങ്കിൽ പഞ്ച് ചെയ്യുന്ന ആൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് കുറവ് എന്നുള്ളതാണ് ശരിക്ക്. കാരണം കുറച്ചെന്തെങ്കിലും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും പഞ്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെക്കരുത്. പഞ്ച് ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് വലിക്കണം. കാരണം ഇനിയിപ്പോ ഏത് പഞ്ചാണെങ്കിലും, ഇതിപ്പോ റൗണ്ട് ഹൗസ് പഞ്ചാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പലതും ചെയ്യാൻ പറ്റും. ഇപ്പൊ കിക്ക് അടിക്കുകയാണെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് നിന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലോക്ക് പഞ്ച് ചെയ്യാം, ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പെട്ടെന്ന് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എടുക്കണം. കാരണം ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു സെക്കൻഡ് പോലും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാവും. അപ്പോ എന്തായാലും ആ ലോക്കും പഠിക്കുക, അതിന്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. ഇപ്പൊ ഞാൻ പഞ്ച് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഇങ്ങനെ വെക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ, ഈ ഓപ്പോസിറ്റ് കൈ ഉണ്ടല്ലോ, ഈ ഓപ്പോസിറ്റ് കൈ കൊണ്ട് നമ്മൾ ഈ ഇതാണ്ടില്ല, ഈ പഞ്ച് ചെയ്ത ആളെ കൈയിന് പിടിക്കുക. ഈ കൈയിന് പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ പൊക്കിയാൽ മതി. നമ്മളെ കൈയടക്കി ഇങ്ങനെ കൊടുത്താൽ മതി. കണ്ടാ, ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യണേ, ഇതിട്ട് കൊടുക്കാം. ഇത് ബ്രേക്കാ. ഈ കൈ എന്ത് ചെയ്യുക, അത് ഇങ്ങോട്ട് പൊക്കും ചെയ്യാം. ഇത് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് നോക്കാം സംഗതി. ഞാൻ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഡൗൺ ബ്ലോക്ക് പറഞ്ഞൊരു ബ്ലോക്കാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഞാൻ പഞ്ച് ചെയ്തപ്പോൾ തന്നെ ഓപ്പോണന്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് നേരെ കണ്ടില്ലേ, ഈ കൈ കൊടുത്തിട്ട് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യാം. ഇത് പെട്ടെന്ന് ചെയ്യണം. കണ്ടാ, പെട്ടെന്ന് ചെയ്യണം. ഇത് പെട്ടെന്ന് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്രേക്കിംഗ് കൊടുക്കുക. അപ്പൊ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ ഇത്തരത്തിലുള്ള ബ്ലോക്ക് ആരെങ്കിലും ഓപ്പോണന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് തിരിച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. അതും മനസ്സിലാക്കുക. ഇനി അഥവേ നിങ്ങൾ പഞ്ച് ബ്ലോക്ക് ചെയ്യാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പെട്ടെന്ന് പഞ്ചടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വലിക്കുക, ഫുൾ ബാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ച് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അതായത് ഇപ്പൊ ഞാൻ തിരിച്ചാണ്ട് പഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കട്ടാ, പഞ്ച് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യും. കണ്ടില്ലേ, അദ്ദേഹം എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ സെയിം സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ എന്ത് ചെയ്യാണ്, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം. കണ്ടാ, ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്കും ചെയ്യാം. ശരിയല്ലേ, ചെയ്ത് നോക്കുക. ആ കൈ എടുത്തിട്ട് കണ്ടില്ലേ, നേരെ ബ്രേക്ക് ആവും. കണ്ടാ, പണി കിട്ടും. തിരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകൂടി ചെയ്യാം, ഇത് ചെയ്യുന്നത് നോക്കുക. അപ്പൊ ഇതിൽ പറയാനുള്ള സംഗതി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പഞ്ചടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എടുക്കുക. ഏതൊരു ആർട്സിലാണെങ്കിലും, കിക്കാണെങ്കിലും പെട്ടെന്ന് അടിച്ചിട്ട് എടുക്കണം. ഇപ്പൊ നമ്മൾ ഈ സാധനമാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് വെച്ചുകൊടുക്കരുത്. വെച്ചുകൊടുത്താൽ ഇതിലൊക്കെ നമുക്ക് ഇതാവും, അല്ലെങ്കിൽ ഇതിനെ ലോക്ക് ചെയ്യും. എടുക്കുക, പഞ്ച് എടുക്കുക, ബ്ലോക്ക് ചെയ്യുക, പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഫാൾട്ടാണ്. എല്ലാ ബ്ലോക്കിനും നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഒന്നുകൂടി നോക്കുക. ഞാൻ പഞ്ച് ചെയ്തു അല്ലേ, ഞാൻ പഞ്ച് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം.
ബ്ലോക്ക് ചെയ്തിട്ട് ഇതുകൊണ്ട് തിരിച്ച് അറ്റാക്ക് ഒക്കെ വരും. പക്ഷെ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് കണ്ടാ ഇങ്ങനെ ബ്ലോക്ക് നിങ്ങളെ ഓപ്പോണന്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ശത്രു നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ. ആ ശത്രു എന്താ ചെയ്യുക, പഞ്ച് ചെയ്തിട്ട് വലിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തിരിച്ച് വേറൊരു സംഗതി ചെയ്യാനുള്ള ഒരുപാട് ഡിഫൻസുകൾ ഉണ്ട്. അത് അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈ കൊണ്ടുപോയിട്ട് ഇതിൽ പിടിച്ചതിന് ശേഷം നേരെ മറിച്ചിട്ട് ഇവിടെ ഭൂമിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഞങ്ങളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് നിങ്ങൾ മൊബൈൽ എടുക്കുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്തായാലും ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ നിർത്തിയാണ്. ഓക്കെ, താങ്ക്സ്.